Hello dear students, welcome to 8th lecture of linear programming. In this lecture we are going to discuss another problem relating with the graphical method of linear programming. Okay, before that, what is the linear programming? Linear programming is like a technique used for decision making. It's like a mathematical model used for the decision making. Otherwise, like a technique for choosing the best alternative from the feasible alternatives in a situation in which objective function as well as constraints can be expressed as the linear mathematical function. The term is known as the linear programming. And this concept was introduced by one Mr. George in 1947. Okay, that is the term, the linear programming. And these are steps regarding the mathematical formulation. നമുക്കറിയാം മാത്തമാറ്റിക്കൽ ആയിട്ട് എങ്ങനെ ഒരു ലീനിയർ പ്രോഗ്രാമിനെ കൺസ്ട്രക്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു മാത്തമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ലീനിയർ പ്രോഗ്രാമിൻ്റെ 4 സ്റ്റെപ്സുകളാണ് ലീനിയർ പ്രോഗ്രാം മാത്തമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ട് വരിക. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ്. ഒരു മാത്തമാറ്റിക്കൽ സൊല്യൂഷനിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് എ മാക്സിമൈസേഷൻ ഓർ ദ മിനിമൈസേഷൻ. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ ലീനിയർ ഫംഗ്ഷൻ. അത് ഇസഡ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മളത് കൺസ്ട്രക്ട് ഇസഡ് എന്ന രീതിയിൽ അതിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പ് ഇസ് ഐഡന്റിഫൈ ദ കൺസ്ട്രൈൻസ് നമ്മൾ കണ്ടെത്തുന്നു. ദാറ്റ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു സ്റ്റാൻഡ്സ് ഫോർ ദ മാക്സിമൈസിങ് ആൻഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സ്റ്റാൻഡ്സ് ഫോർ ദ മിനിമൈസേഷൻ. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് എ നോൺ നെഗറ്റിവിറ്റി കൺസെപ്റ്റ്. ദാറ്റ് മീൻസ് x1 x2 that means variable. What are the variable? x1 x2 x3 are greater than equal to 0. That is non-negativity concept. ഈ 4 സ്റ്റെപ്സ് കൂടി ഈ സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രോബ്ലത്തെ മാത്തമാറ്റിക്കലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദിസ് എ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഈ 4 സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരാം. ഇനി മാത്തമാറ്റിക്കൽ രീതിക്ക് കൊടുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള മാർഗ്ഗമാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. സോ ലിസൺ, നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് പഠിച്ചു. ഇനി മാത്തമാറ്റിക്കലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത എലമെന്റുകളെ നമുക്കൊരു സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. Okay, the graphical method is the most suitable method used for linear programming. That means we are drawing a graph. ഗ്രാഫ് വരച്ചുകൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സിൻ്റെ ഡിസിഷൻസ് എടുക്കുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്നോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണത്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ഫ്രെയിം ചെയ്യാൻ അറിയാം, മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇറ്റ്സ് എ ഗ്രാഫിക്കൽ മെത്തേഡ്. Okay, so graphical method is like a method used for the linear programming. That means we are using the graphical solution of the linear programming എന്നാണ് അതിന് പറയുന്നത്. ആൻഡ് ബേസിക്കലി 5 സ്റ്റെപ്സ് കൂടിയാണ് നമുക്ക് ഗ്രാഫിക്കലായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എ ഫോർമുലേറ്റ് ദ LPP. നമുക്കറിയാം നമ്മൾ ആദ്യം ചെയ്ത മാത്തമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. ഫോർമുലേഷൻ, ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ, അതിൻ്റെ കൺസ്ട്രൈൻസ് ക്രിയേറ്റ് ചെയ്യുക, ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാത്തമാറ്റിക്കലായിട്ട് മാറ്റണം. അത് നമ്മൾ ആദ്യം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്താണ്, ദെൻ കൺസ്ട്രൈൻസ് എന്താണ്. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്കൽ കൺസ്ട്രക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത്. മാത്തമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യണം. അതിനുശേഷം ആ കൺസ്ട്രക്ഷനിൽ വന്നിട്ടുള്ള ആ കൺസ്ട്രൈൻസിനെ ഇക്വേഷൻ രൂപത്തിലേക്ക് കൊണ്ടുവരും. ഇക്വാലിറ്റി മീൻസ് ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. നമ്മുടെ കൺസ്ട്രൈൻസിൽ ഉണ്ടായിരിക്കും, ആ കൺസ്ട്രൈൻസിനെ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പ് അത് പ്ലോട്ട് ഗ്രാഫിലേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ ഐഡന്റിഫൈ ദ ഫീസിബിൾ നമ്മൾ റീജിയൻസിൽ ഐഡന്റിഫൈ ആണ്. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമുക്ക് ഏതാണ് മോസ്റ്റ് പ്രോഫിറ്റബിൾ പോയിന്റ് അല്ലെങ്കിൽ കോസ്റ്റ് കുറയുന്ന പോയിന്റ്, അത് നമ്മൾ ഐഡന്റിഫൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്ന പോയിന്റ് അല്ലെങ്കിൽ കോസ്റ്റ് കുറയുന്ന പോയിന്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരാം. ഈ 5 സ്റ്റെപ്സ് ആണ് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക. വൺസ് അഗെയിൻ, മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ എന്ന കൺസെപ്റ്റ് നമുക്കറിയാം. ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി മാത്തമാറ്റിക്കലായിട്ട് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഈ ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻസ് വളരെ ഈസി ആയിട്ട് ഏതാണ് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ ഏതാണ് മിനിമൈസ് ചെയ്യുന്ന പോയിന്റ് ഇത് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് നമ്മൾ 5 സ്റ്റെപ്സ് ആണ് പെർഫോം ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്സ് നമ്മൾ ചെയ്യേണ്ടത് ലീനിയർ പ്രോഗ്രാമിംഗ് ഒബ്ജക്റ്റീവ്സിനും കൺസ്ട്രൈൻസും ഐഡന്റിഫൈ ചെയ്യണം. whether maximization or minimization, then what are the constraints? Yeah, constraints ne equation like maattam. This is equality. So equation like it convert ചെയ്യുന്നു. പിന്നെ അത് പ്ലോട്ട് ചെയ്ത് ഗ്രാഫിൽ വരയ്ക്കുന്നു.
Then fifth one അതിൻ്റെ റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ റീജിയനിൽ നിന്ന് മോസ്റ്റ് പ്രോഫിറ്റബിൾ പോയിന്റ് അല്ലെങ്കിൽ മോസ്റ്റ് മിനിമൈസിങ് പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യുക. ഈ 5 സ്റ്റെപ്സ് ആണ് ഗ്രാഫിക്കൽ മെത്തേഡിന് വേണ്ടി നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യണത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, ലെറ്റ് us discuss a problem. This is a problem. Solve the problem graphically. This is a linear programming problem. Solve the problem graphically. Okay, this is a question. Maximizing, that's the function z equal to 60x1 plus 40x2. ഇതാണ് നമ്മുടെ മാക്സിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷൻ. മാക്സിമൈസേഷൻ ആണ് നമ്മുടെ ഫംഗ്ഷൻ. Then constraints 2x1 plus x2 less than equal to 60. Then x1 less than equal to 25, x2 less than equal to 35. And non-negativity concept, x1 is greater than equal to 0, x2 is greater than equal to 0. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് തന്നേക്കണം. നമ്മുടെ മാത്തമാറ്റിക്കൽ ഫോമാറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നേരിട്ട് തന്നേക്കണം. നമുക്കിത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇസഡ് ഉണ്ട്, മാക്സിമൈസിങ് ഫംഗ്ഷൻ ഉണ്ട്, കൺസ്ട്രൈൻസ് 3 കൺസ്ട്രൈൻസ് ഉണ്ട്. 2x1 plus x2 less than equal to 60, x1 less than equal to 25, x2 less than equal to 35. Then x1 x2 greater than equal to 6 non-negativity concept. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിത് ഗ്രാഫിക്കലി സോൾവ് ചെയ്ത് നമുക്കറിയാം, നമ്മൾ ആദ്യം കൺസ്ട്രൈൻസിന് ഇക്വേഷൻ ആയിട്ട് എഴുതണം. 3 കൺസ്ട്രൈൻസ് ഉണ്ട്. ഫസ്റ്റ് കൺസ്ട്രൈൻസ്, സെക്കൻഡ് കൺസ്ട്രൈൻസ്, തേർഡ് കൺസ്ട്രൈൻസ്. ഓക്കെ, ഈ 3 കൺസ്ട്രൈൻസ് നമ്മൾ ഇക്വേഷൻ എഴുതാണ് ചെയ്യും. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഹിയർ ദ എക്സ് മീൻസ് നമുക്കറിയാം, അറിയാൻ വേണ്ടി പറയാണ്, എക്സ് മീൻസ് x1, y മീൻസ് x2. ഗ്രാഫിൽ എക്സും വൈ എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ x1 എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ് ആണ്. എക്സ് മീൻസ് x1, y മീൻസ് x2 എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഗ്രാഫിക്കൽ ഇത് എഴുതുമ്പോൾ x1 x2 എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എക്സും വൈ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ x1 ആണ്, വൈ എന്ന് പറഞ്ഞാൽ x2 ആണ് എന്നൊരു ലോജിക് കൂടെ കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 1, റൈറ്റ് ദ കൺസ്ട്രെയിൻസ് ഓഫ് ദ ഇക്വേഷൻസ്. നമുക്കറിയാം, നമുക്ക് റീസ്ട്രെയിൻസ് ഇൻ ദ ഫോം ഓഫ് ദ ഇക്വേഷൻ. നമ്മുടെ ഈ റീസ്ട്രെയിൻസ് നമ്മൾ ഇക്വേഷന്റെ ഫോമിൽ എഴുതാണ് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷൻ നമുക്കറിയാം, വാട്ട് ദ ഫസ്റ്റ് ഇക്വേഷൻ, 2x1 plus x2 equal to 60. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരാം. 2x1 plus x2 equal to 60. ഇക്വേഷൻ ഇതും ഈക്വൽ എന്ന് പറഞ്ഞാൽ എഴുതാം. അപ്പോൾ 2x1 plus x2 equal to 60 ഇതിന് ഇക്വേഷൻ ആണ്. രണ്ടാമത്തെ ഇക്വേഷനാണ് x1 equal to 25, x1 equal to 25. മൂന്നാമത്തെ ഇക്വേഷൻ x2 equal to 35, x2 equal to 35. ഓക്കെ, ഇക്വേഷൻ 3 നോൺ നെഗറ്റിവിറ്റി, x1 equal to 0 and x2 equal to 0 നോൺ നെഗറ്റിവിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൺസ്ട്രൈൻസിന് ഇക്വേഷൻ രൂപത്തിലേക്ക് എഴുതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൺസ്ട്രൈൻസുകളെല്ലാം നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ എഴുതി. ഇക്വേഷൻ എഴുതുമ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാണ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു. ആദ്യത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും, അതിന്റെ പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പോകണം. നമ്മൾ ആദ്യം അപ്പോൾ 2x1 plus x2 equal to 0 എന്നാണ് 60 എന്നാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. അപ്പോൾ അതിന്റെ പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം, പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതിന്റെ ഗ്രാഫിൽ അതിന്റെ പോയിന്റ്സുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ x1 equal to 0. അപ്പോൾ x1 എന്ത് സംഭവിക്കും, x1 equal to 0 ആകുമ്പോൾ x1 എന്ന് പറഞ്ഞാൽ 2x1 is 0 ആകുമ്പോൾ x2 60 ആണ്. അപ്പോൾ x2 60 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ പോയിന്റ് എഴുതാൻ പറ്റും x1 x2. ദാറ്റ് മീൻസ് x1 is x, x2 is y. നമ്മൾ എഴുതുന്നത് x1 is x and y means x2. അപ്പോൾ x1 0 ആകുമ്പോൾ x1 എന്ന് പറഞ്ഞ എലമെന്റ് 0 ആകുമ്പോൾ x2 എന്തായിരിക്കും 68 മാറും. അപ്പോൾ 2 60 ആണ് ഫസ്റ്റ് പോയിന്റ്. ഇനി x2 0 ആകുമ്പോൾ when x2 is equal to 0 x1 എന്ന് സംഭവിക്കും. x2 is equal to 0 പറയുമ്പോൾ ഇത് 2x1 equal to 60. that means x1 is 30. അപ്പോൾ x1 38 മാറാണ്. x2 0 ആകുമ്പോൾ x1 38 മാറും. ഫസ്റ്റ് ഇക്വേഷൻ 2 പോയിന്റ് ആണ്, 0യും 60യും then 30യും 0യും. ഈ പോയിന്റുകളാണ് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് വരാം. അപ്പോൾ 2 പോയിന്റ് ഫസ്റ്റ് ഇക്വേഷൻ 0യും 60യും then 30യും 0യും. ഇതാണ് നമുക്ക് വരുന്ന ഫസ്റ്റ് ഇക്വേഷൻ. ഓരോ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ 2 പോയിന്റിലുണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ x1 equal to 0 ആകുമ്പോൾ x2 60 ആണ്, then x2 equal to 0 ആകുമ്പോൾ x1 30 ആണ്. അപ്പോൾ 2 പോയിന്റ് വന്നു, 0യും 60യും 30യും 0യും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷന്റെ പോയിന്റ്സുകൾ. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്കറിയാം, x1 equal to 25, x1 equal to 25 ആണ്. അപ്പോൾ നമുക്കത് ഇക്വേഷൻ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, കാരണം x1 equal to 20 ഡയറക്റ്റ്ലി പറഞ്ഞേക്കാണ്. സെക്കൻഡ് x1 equal to 25. അപ്പോൾ നമുക്കത് x1 25 ചെയ്യുന്ന ലൈൻ മാത്രം ഗ്രാഫിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ കറസ്പോണ്ടിങ് ടു x1 എന്ന് പറഞ്ഞ x ആണ്, x equal to 25. ആൻഡ് തേർഡ് ഇക്വേഷൻ നമുക്കറിയാം x2 equal to 35, x2 equal to x2 എന്ന് പറഞ്ഞാൽ y ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഡയറക്റ്റ് പറഞ്ഞേക്കാണ് x2 equal to 35 എന്നാണ്. അപ്പോൾ വി ക്യാൻ ഡ്രോ ദ സ്ട്രെയിറ്റ് ലൈൻ y equal to 35 എന്നായിരിക്കും ലൈൻ മാത്രമേ വരയ്ക്കേണ്ട ആവശ്യം, കാരണം x1 എന്താണെന്ന് 25 ആണെന്ന്, x2 35 ഡയറക്റ്റ് പറഞ്ഞേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻസ് ഇവിടെയാണ് നമുക്ക് കുറച്ചും കൂടി പോയിന്റ് കണ്ടുപിടിക്കുന്നത്, കാരണം അതൊരു ഇക്വേഷൻ ആയിരുന്നു. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി x1 equal to 25, x2 equal to 35 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഗ്രാഫിൽ വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ,
തേർഡ് സ്റ്റെപ്പ് നമുക്കറിയാം ഗ്രാഫിൽ വരച്ച് ഫീസിബിൾ റീജിയൻ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. ഫീസിബിൾ റീജിയൻ ആയിട്ട് നമുക്കറിയാം ലെസ് ദാൻ ഈക്വൽ ടു സിമ്പിൾ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് ലെസ് ദാൻ ഈക്വൽ ടു ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ബിലോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും ബിലോയിലേക്കാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഷെയ്ഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഫീസിബിൾ റീജിയൻ ആണ് ഈ ഷെയ്ഡ് ചെയ്ത് കോമൺ ഏരിയ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. കാരണം ഈ 3 ഇക്വേഷൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കോമൺ ആയിട്ട് വരുന്ന ഷെയ്ഡഡ് പോയിന്റ് എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ആ കോമൺ ഏരിയ കണ്ടുപിടിക്കുന്നതിനെയാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിമ്പിൾ നമുക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടൻറ്റ് ലെസ് ദാൻ ഈക്വൽ ടു പറഞ്ഞ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കോ ബിലോയിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പറഞ്ഞ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കോ എബോയിലേക്കായിരിക്കും നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് കൺസ്ട്രെയിൻസ് നമുക്കറിയാം 2x1 + x2 ലെസ് ദാൻ ഈക്വൽ ടു 60 ആണ്. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും ബിലോയിലേക്കാണ് ഷെയ്ഡ് വരാം. അപ്പോൾ അതിന് 2 പോയിന്റ് വന്നു 0യും 60യും 30യും 0യും അല്ലെ 0യും 60യും 30യും 0യും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ x1 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 25 ആണ്. ദാറ്റ് മീൻസ് x1 ഈക്വൽ ടു 25 then x2 ഈക്വൽ ടു 35. കാരണം അവിടെ നമുക്ക് ഇനി പോയിന്റുകൾ ഡയറക്റ്റ് x2 എത്രയാണ് x1 എത്രയാണെന്ന് പറഞ്ഞേക്കാണ്. ഇനി ഇത് ഗ്രാഫിൽ വരച്ച് നമ്മൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ 2 പോയിന്റ് 0യും 60യും then 30യും 0യും. അപ്പോൾ നമുക്ക് 0യും 30യും അല്ലെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ 0യും 60യും 0 ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. 0 60 0 then 60. അപ്പോൾ ഇവിടെയാണ് പോയിന്റ് 0യും 60യും. ഓക്കെ, ഇനി അടുത്ത് 30 ഇവിടെയാണ് 30 വരുന്നത്. അപ്പോൾ നമ്മൾ ആ ലൈൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രോ ചെയ്യാണ്. ലൈൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രോ ചെയ്തു. കാരണം ഫസ്റ്റ് ഇക്വേഷന്റെ ഈ 2 പോയിന്റ് ഈ ഫസ്റ്റ് ഇക്വേഷൻ 2 പോയിന്റ് പ്ലോട്ട് ചെയ്യാണ്. 0യും 60യും 0 60 ഇവിടെയാണ് പോയിന്റ് വരുന്നത്. ദെൻ 30 എന്ന് പറയുന്നത് അല്ല 30 x 30 ദെൻ y 0. അപ്പോൾ ഇതാണ് പോയിന്റ്. അപ്പോൾ നമ്മളിത് പ്ലോട്ട് ചെയ്തു. കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. സ്ട്രെയിറ്റ് ലൈൻ വരച്ചപ്പോൾ ആ ഇക്വേഷൻ എഴുതി 2x1 + x2 ഈക്വൽ ടു 60 എന്ന ഇക്വേഷൻ എഴുതി. നമുക്കറിയാം മീൻസ് ലെസ് ദാൻ ഈക്വൽ ടു ആണ്. അപ്പോൾ നമുക്ക് ഷെയ്ഡ് വരുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിലോയിലേക്കാണ് ഷെയ്ഡ് വരാം. ദാറ്റ് മീൻസ് ഇങ്ങോട്ടാണ് ഷെയ്ഡ് വരാറ്. ഈ ലൈനിന്റെ കംപ്ലീറ്റ് ഇങ്ങോട്ടേക്കാണ് ഷെയ്ഡ് വരേണ്ടത്. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഷെയ്ഡ് വരേണ്ട ഏരിയ ഇതാണ് നമുക്കറിയാം. അപ്പോൾ നമ്മളിവിടെ ഷെയ്ഡ് പതുക്കെ പെൻസിലോണ്ട് അറിയാമെങ്കിൽ ഷെയ്ഡ് ചെയ്തിടുക. പെൻസിലോട്ട് നമ്മൾ ജസ്റ്റ് ഷെയ്ഡ് ചെയ്തിടുക. നമുക്ക് കോമൺ ഏരിയ അവസാനം ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഷെയ്ഡ് ചെയ്തിടുക. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് x1 ഈക്വൽ ടു 25 ആണ്. x1 എന്ന് പറഞ്ഞാൽ x ആണ്. x ഈക്വൽ ടു 25 ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ x ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് നോക്കി ഇങ്ങനെ കാണാൻ സാധിക്കും. നമുക്ക് y ഇതാണ് x ഈക്വൽ ടു 25 ദാറ്റ് മീൻസ് ഇതാണ് x ഈക്വൽ ടു 20. അപ്പോൾ ഈ 25 വരച്ച ഒരു ലൈൻ വരയ്ക്കണം. x ഈക്വൽ ടു 25 ദാറ്റ് മീൻസ് x1 ഈക്വൽ ടു 25. x1 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ x ആണ്. x2 എന്ന് പറഞ്ഞാൽ y ആണ്. നമുക്കറിയാം ആ ലോജിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. x1 എന്ന് പറഞ്ഞാൽ x ഉം x2 എന്ന് പറഞ്ഞാൽ y ആണ്. അപ്പോൾ x1 ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 25. അപ്പോൾ x ഈക്വൽ ടു 25 ഇവിടെ നമ്മളൊരു പോയിന്റ് ലൈൻ വരച്ചേക്കണം. x ഈക്വൽ ടു ഇവിടെ 20 25 ഇവിടെ വെച്ച് ലൈൻ വരച്ചേക്കണം. x ഈക്വൽ ടു 25 ഇവിടെ എഴുതി വെച്ചു x1 ഈക്വൽ ടു 25. ഇനി അടുത്ത് x2 ഈക്വൽ ടു 35 ദാറ്റ് മീൻസ് y ഈക്വൽ ടു 35. അപ്പോൾ ഇവിടെയാണ് വരാം. ഇവിടെ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇനി എൻ്റെ റീജിയൻ ആയിട്ട് ഇപ്പം x1 ലെസ് ദാൻ ഈക്വൽ ടു ആണ്. ലെസ് ദാൻ ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇങ്ങോട്ടേക്കാണ് ഷെയ്ഡ്. ഈ ലൈനിന്റെ കംപ്ലീറ്റ് ഷെയ്ഡ് ഇങ്ങോട്ടേക്കാണ് വരാം. ഇവിടുന്ന് ഇങ്ങട് ഈ ഏരിയ കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യേണ്ട ഏരിയ ആണ്. ഇവിടെ തൊട്ട് ഈ അറ്റം വരെ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇതിന്റെ ഫുൾ ഷെയ്ഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ്. അടുത്തത് x2 ഈക്വൽ ടു 35 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഈക്വൽ ടു ആണ്. അപ്പോൾ നമുക്കറിയാം ബിലോയിലേക്കാണ് ഷെയ്ഡ്. ഇതിന്റെ ബിലോയിലേക്കാണ് ഷെയ്ഡ് വരാം. ഈ ലൈൻ്റെ x2 ഈക്വൽ ടു 35ന്റെ ബിലോയ്ക്കാണ് ഷെയ്ഡ് വരുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് വരുന്ന കോമൺ ഏരിയ ആണ് ഇത്. കോമൺ ഏരിയ മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യും. ഇതെല്ലാം കൂടി വരുന്ന കോമൺ എല്ലാ ഷെയ്ഡും വരുന്ന കോമൺ ഏരിയ ആണിത്. എല്ലാ ഷെയ്ഡും വരുന്ന കോമൺ ഏരിയ ആണ് ഈ ഷെയ്ഡ് ചെയ്ത് കിടക്കുന്ന ഭാഗം. ഈ കോമൺ ഷെയ്ഡ് വന്ന ഏരിയ കണ്ടുപിടിക്കേണ്ടതാണ് ഫീസിബിൾ റീജിയൻ. ഫസ്റ്റ് ലൈൻ ഇതായിരുന്നു. അപ്പോൾ അതിന്റെ ഷെയ്ഡ് പൊസിഷൻസ് ഇങ്ങോട്ടേക്കായിരുന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഓർമ്മയിൽ വെക്കുക. രണ്ടാമത്തെ ഇതായിരുന്നു. അപ്പോൾ ഇതിന്റെ ഷെയ്ഡ് പൊസിഷൻ ഇങ്ങോട്ടേക്കാണ് വന്നത്. മൂന്നാമത്തത് ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. അതിന്റെ ഷെയ്ഡ് പൊസിഷൻ വന്നത് താഴേക്കാണ്. ഈ 3 ഇക്വേഷൻസും കൂടി അല്ലെങ്കിൽ 3 എലമെന്റുകൾ കൂടി വരുന്ന കോമൺ ഏരിയ ഇതാണ്. ഈ കോമൺ ഏരിയനെയാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെ 1 2 3 4 5 പോയിന്റുകളാണ് ഇവിടെ കറസ്പോണ്ട് ചെയ്ത് വരണത്. 5 പോയിന്റുകൾ 0 A B C D ഇതാണ് നമുക്ക് വരുന്ന കോമൺ ഏരിയയുടെ പോയിന്റുകൾ. ഈ കോമൺ ഏരിയ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോജിക്ക്. കാരണം നമ്മൾ ജസ്റ്റ് എല്ലാത്തിൻ്റെയും ഷെയ്ഡുകൾ വരയ്ക്കുക. അതിനുശേഷം കോമൺ ഏരിയ വരുന്നത് നമ്മൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഇതാണ് കോമൺ ഏരിയ വരുന്ന ഷെയ്ഡ്.
ഇവിടെയാണ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന ഷെയ്ഡ് ഈ ഭാഗത്താണ്. കോമൺ ഷെയ്ഡ് വരുന്ന ഏരിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതാണ് നമ്മൾ അതിൻ്റെ കോമൺ ഷെയ്ഡ് വരുന്ന ഏരിയ. ഓക്കെ, ഫസ്റ്റ് ഇതാണ് ഈ ലൈൻ. അതിൻ്റെ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ്, മീൻസ് ബിലോയിലേക്കാണ് ഷെയ്ഡ് വന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷെയ്ഡ് വരേണ്ട ഏരിയ. അടുത്ത് നമ്മുടെ ഇതായിരുന്നു, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്, കാരണം ലെസ് ആൻഡ് ഈക്വൽ ടു ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. മൂന്നാമത്തത് ബിലോയിലേക്ക്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിലോ ആണ്. അപ്പോൾ നമുക്ക് താഴെ മൂന്നാമത്തെ ഇങ്ങോട്ടേക്കാണ് ഷെയ്ഡ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കോമൺ ആയിട്ട് വരുന്ന ഷെയ്ഡഡ് ഏരിയ ഇതാണ്. അതിന് 5 പോയിന്റ് ആണ്, 0, A, B, C, D. ഈ 5 പോയിന്റ് ആണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന പോയിന്റ്. കോമൺ ഷെയ്ഡിന് വന്നിട്ടുള്ള 5 പോയിന്റുകളാണ്. ഇനി ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ പോയിന്റ് 0ന്റെ പോയിന്റ് 0, 0, 0, 0 അല്ലേ. രണ്ടാമത്തത് 0, ഇവിടെ വരുന്ന പോയിന്റ് നമുക്കറിയാം 35 ആണ്. x2 ഈക്വൽ ടു 35 ആണ്. അപ്പോൾ 0, 35, 0, 35 ആണ് നമുക്ക് വരുന്ന ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ 0, 35, കാരണം ഇവിടെ വരുന്ന പോയിന്റ് 0, 35. ഈ പോയിന്റ് ഇമ്പോർട്ടൻസ്, കാരണം ഇവിടെ കറസ്പോണ്ട് ചെയ്യുന്നത് 35 ആണ്. x2 ഈക്വൽ ടു 35. അപ്പോൾ 35 ആണ് ഇവിടെ വരുന്നുള്ള പോയിന്റുകൾ. ഓക്കെ, അപ്പോൾ 0, 35. ഇനി അടുത്ത് ബി എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടു. ബി എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടെത്തണമെങ്കിൽ ഈ ലൈനും ഈ ഇക്വേഷനും ഈ ലൈനും സോൾവ് ചെയ്യണം. 2x1 പ്ലസ് x2 ഈക്വൽ ടു 60, ദെൻ x2 ഈക്വൽ ടു 35. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. അപ്പോൾ x2 ഈക്വൽ ടു, അപ്പോൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 3 എന്ന് പറയാം അല്ലേ. ഇത് ഇക്വേഷൻ 1 ആയിരുന്നു, ഇത് ഇക്വേഷൻ 3 ആയിരുന്നു. x2 ഈക്വൽ ടു 35. അപ്പോൾ സോൾവ് ചെയ്യണം. 2x1 പ്ലസ് x2 ഈക്വൽ ടു 60, ദെൻ x2 ഈക്വൽ ടു 30. അപ്പോൾ ഇതിൽ x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. x2 ഈക്വൽ ടു 35 ആകുമ്പോൾ 2x1 പ്ലസ് 35 ഈക്വൽ ടു 60. ദാറ്റ് മീൻസ് യുവർ ദ x1 ഈക്വൽ ടു 12.5. x1 ഈക്വൽ ടു 12.5 ആണ് നമുക്ക് വരുന്ന x1 അവിടെ കിട്ടി. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കിട്ടി. x1 എന്ന് പറയുന്നത് 12.5 ആണ്. x2 എന്ന് പറയുമ്പോൾ ഓൾറെഡി അറിയാം 35 ആണ്. അപ്പോൾ x1 12.5 ആണ്, ദെൻ x2 35 ആണ്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് ഐഡന്റിഫൈ 12.5, x1 12.5, x2 35. x2 ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 35. x1 എന്ന് പറയുന്നത് 12.5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടി, ബി എന്ന പോയിന്റ് കിട്ടി. 12.5ഉം 35 ആണ് ഇവിടുത്തെ വരുന്ന പോയിന്റ്. 12.5, 35 ആണ് ഇവിടെ വരുന്ന പോയിന്റ്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷനും ഈ പോയിന്റ് കൂടി സോൾവ് ചെയ്യാണ് ചെയ്തത്, ഈ ലൈൻ കൂടി സോൾവ് ചെയ്യാണ് ചെയ്തത്. ദാറ്റ് മീൻസ് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 3ഉം. അപ്പോൾ x2 35 അങ്ങനെയാണെങ്കിൽ x1 എത്രയായിരിക്കും? x1 12.5 ആണ്. ബി എന്ന പോയിന്റ് കിട്ടി. 12.5ഉം 35 ആണ് നമുക്ക് കിട്ടുന്ന ഈ പോയിന്റ്. അടുത്തത് സി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടണം. സി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടണമെങ്കിൽ ഈ ഇക്വേഷൻ 2x1 പ്ലസ് x2 ഈക്വൽ ടു 60 എന്ന് പറഞ്ഞ ഇക്വേഷനും ദെൻ x1 ഈക്വൽ ടു 25 ഇതാണ് അതുമായി കണക്ട് ചെയ്യുന്ന പോയിന്റ്. x1 ഈക്വൽ ടു 25 ഇതാണ് അതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷനും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. ഓക്കെ, സോ സി എന്ന് പറഞ്ഞ പോയിന്റ് ഐഡന്റിഫൈ. നമുക്കറിയാം ഫസ്റ്റ് ഇക്വേഷൻ 2x1 പ്ലസ് x2 ഈക്വൽ ടു 60, ദെൻ സെക്കൻഡ് ഇക്വേഷൻ x1 ഈക്വൽ ടു 25 അല്ല, x1 ഈക്വൽ ടു 25. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അപ്പോൾ x1 ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 25. അങ്ങനെയാണെങ്കിൽ x2 എന്തായിരിക്കും? x1 25 ആണെങ്കിൽ ഓട്ടോമാറ്റിക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x2 എന്ന് പറഞ്ഞാൽ 10 ആണ്. ദാറ്റ്സ് എ സിമ്പിൾ ലോജിക്, കാരണം x1 എന്ന് പറയുന്നത് 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. x1 25 ആണെങ്കിൽ x2 എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റ് 25 10 ആണ്. 25 10 ആണ് നമുക്ക് സി എന്ന് പറഞ്ഞ പോയിന്റ് വരാം. സി എന്ന് പറഞ്ഞ പോയിന്റ് 25 10ലാണ് സി എന്ന് പറഞ്ഞ പോയിന്റ് വരാം. ഓക്കെ, ഇനി ഡി എന്ന് പറഞ്ഞ പോയിന്റ് വളരെ ഈസിയാണ്. ഡി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ, കാരണം ഈ ഡി എന്ന് നമുക്ക് ഓൾറെഡി ഇവിടെ 25 ആണ്. 25 0, 25 0 ആണ്, കാരണം ഇവിടെ 25 ആണ് കറസ്പോണ്ട് ചെയ്തത്. 25 0 ആണ് ഡി എന്ന് പറഞ്ഞ പോയിന്റ്. ഡി എന്ന് പറഞ്ഞ പോയിന്റ് 25 0 ആണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റുകൾ അങ്ങനെ എല്ലാ പോയിന്റും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അറിയാത്ത പോയിന്റ് കിട്ടണമെങ്കിൽ അത് കണക്ട് ചെയ്ത് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇവിടെ 0 0, ദെൻ ഇവിടെ ഫസ്റ്റ് 0 0, എ എന്ന് പറഞ്ഞ പോയിന്റ് 0 35, ബി എന്ന് പറഞ്ഞ പോയിന്റ് 12.5ഉം 35ഉം, സി എന്ന് പറഞ്ഞ പോയിന്റ് 25ഉം 10ഉം, ഡി എന്ന് പറഞ്ഞ പോയിന്റ് 25 0യും. ഓക്കെ, 25 0. അപ്പോൾ 0 ഒ എ ബി സി ഡി ഈ പോയിന്റുകൾ മുഴുവൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ഫീസിബിൾ റീജിയൻ, കാരണം കോമൺ ഷെയ്ഡ് വന്ന ഏരിയ ആണിത്. അതിനെ കണക്ട് ചെയ്യുന്ന പോയിന്റുകളാണ് ഇതെല്ലാം. കണക്റ്റിംഗ് പോയിന്റുകൾ മുഴുവൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ അടുത്ത പെർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യലാണ്. നമ്മുടെ ഫംഗ്ഷൻ പറയണത് ഇസഡ് ഈക്വൽ ടു ഇതാണ് ഇതിൽ ഏതാണ് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇസഡ് ഈക്വൽ ടു 60x1 പ്ലസ് 40x2. 60x1 40x2 ഏറ്റവും മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മാക്സിമൈസ് ആണ് പറഞ്ഞത്. അപ്പം മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ പോയിന്റുകളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ആദ്യം ഫൈൻഡ് ദ മാക്സിമൈസിങ് പോയിന്റ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ 60x1 പ്ലസ് 40x2. അപ്പോൾ ആദ്യത്തെ പോയിന്റ് 0 0 ആണ്. 0 0 ഇട്ട് കൊടുത്ത് നമുക്കറിയാം റിസൾട്ട് x1 0 x2 0 ആണ് അതിൻ്റെ അർത്ഥം.
0. അടുത്തത് 0 35 ആണ്. x1 0 x2 35, x1 0 x2 35. അപ്പോൾ 1400 ആണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് തേർഡ് പോയിന്റ് ബി 12.5 35 ആണ്. അപ്പോൾ x1 12.5 x2 35 ആണ്. അപ്പോൾ അതിന് വരുന്ന പോയിന്റ് 2150 ആണ്. ഓക്കെ, ഇനി അടുത്ത് സി എന്ന് പറഞ്ഞാൽ 25 10 ആണ്. അപ്പോൾ ഇവിടെ 25 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് പറഞ്ഞാൽ 1900 ആണ്. ഇനി അടുത്ത ഫിഫ്ത്ത് പോയിന്റ് ഡി 25 0 ആണ്. അപ്പോൾ x1 25 x2 0 ആണ്. അപ്പോൾ കറസ്പോണ്ട് കിട്ടുന്ന വാല്യൂ 1500 ആണ്. ഇതിൽ ഏതാണ് ഏറ്റവും മാക്സിമൈസ് ചെയ്യുന്നത്? ഇവിടെ 1500, 1900, ഇവിടെ 2150 ആൻഡ് 1400 0. അപ്പോൾ ബി ആണ് ഏറ്റവും മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ്, കാരണം 2150 വരുന്നുണ്ട്. അപ്പോൾ മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് ബി ആണ്. അതിൻ്റെ x1 12.5 ദെൻ x2 35 ആണ്. x1 12.5 x2 35 ആണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യും മാക്സിമൈസിങ് പോയിന്റ് ഇതാണ് ഇസഡ് ഫംഗ്ഷൻ 60x1 + 40x2. ഇതിന് വരുന്ന ഏറ്റവും മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് 2150 ആണ്. 2150 ആണ് ഏറ്റവും മാക്സിമം ആയിട്ട് വരുന്ന പോയിന്റ്. അത് കറസ്പോണ്ട് ചെയ്യുന്ന ബി എന്ന് പറയുന്ന പോയിന്റിലാണത് കറസ്പോണ്ട് ചെയ്ത് വരുന്നത്, ബി എന്ന പോയിന്റിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ x1 12.5 ദെൻ x2 35 ആണ് വരണത്. ഓക്കെ, അതാണ് 2150. അതായത് നമ്മുടെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റിലാണ് ഏറ്റവും മാക്സിമം റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് എ ലോജിക് ഓഫ് ദിസ് ഗ്രാഫിക്കൽ സൊല്യൂഷൻ. ഒരിക്കൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ മാക്സിമൈസിങ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും, കൺസ്ട്രൈൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻസ്, അതായത് കൺസ്ട്രൈൻസിന് ഇക്വേഷൻസ് നമ്മൾ എഴുതുന്നു. ദെൻ ഓരോ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേഷൻ x1 = 0 ആകുമ്പോൾ x2 എന്ത് സംഭവിക്കും? 2 പോയിന്റ് വരും, 0 16 ദെൻ 30 0 വന്നു. അപ്പോൾ അങ്ങനെ 2 പോയിന്റ് ഫസ്റ്റ് ഇക്വേഷൻ വന്നു. രണ്ടാമത്തെ ഇക്വേഷൻ വെറും x1 = 25 എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് കറസ്പോണ്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അടുത്തത് x2 = 35 എന്ന് പറയുമ്പോൾ അത് നമ്മൾ x2 എന്ന് പറഞ്ഞ y ആണ്, കറസ്പോണ്ട് ചെയ്യുന്ന ലൈൻ വരയ്ക്കൽ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അടുത്തത് നമ്മൾ ഫീസിബിൾ റീജിയൻ ഐഡന്റിഫൈ ചെയ്യണം. ഫീസിബിൾ റീജിയൻ ഐഡന്റിഫൈ ചെയ്യുന്ന കോമൺ ഷെയ്ഡ് വരുന്ന ഏരിയ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഷെയ്ഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ഇക്വേഷൻസ് വരച്ച് ഷെയ്ഡ് ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് വരച്ചു, 0 60 ദെൻ 30 0. ഇതാണ് അതിൻ്റെ ലൈൻ, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് ലൈൻ. അപ്പോൾ അതിൻ്റെ ലെസ് ദാൻ ഈക്വൽ ടു ആണ്. അപ്പോൾ നമുക്കറിയാം ലെസ് ദാൻ ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിലോയിലേക്കാണ് ഷെയ്ഡ്, ഓർ ബിലോയിലേക്ക്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിലോ ഈ സൈഡിലേക്കാണ് ഷെയ്ഡ് കംപ്ലീറ്റ് വരേണ്ടത്. ഇതിൻ്റെ ഈ അറ്റം തൊട്ട് ഈ അറ്റം ആയിട്ടുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്യാനാണ്. ഓക്കെ, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ x1 = 25 ആണ്. x1 = എന്ന് പറഞ്ഞാൽ x1 ഇവിടെയാണ് നമുക്ക് x1 x എന്ന് പറയുന്ന ഈ പോയിന്റാണ് കിടക്കുക. x1 25. അപ്പോൾ ഇത് 25 കറസ്പോണ്ട് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ വരച്ചിട്ടാൽ മതി. ഇനി ഷെയ്ഡ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് ഷെയ്ഡ് വരാം. അപ്പോൾ ഈ സൈഡിലേക്കാണ് ഷെയ്ഡ് കംപ്ലീറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഷെയ്ഡ് കംപ്ലീറ്റ് ഈ സൈഡിലേക്കാണ് വരാം. ഓക്കെ, ഇനി അടുത്തത് x2 = 35. x2 = 35 പറഞ്ഞാൽ ഇതാണ് y. x2 = 35 ലെസ് ദാൻ ഈക്വൽ ടു ആണ്. ലെസ് ദാൻ ഈക്വൽ, അപ്പോൾ ബിലോയിലേക്കാണ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഷെയ്ഡ് കംപ്ലീറ്റ് വരേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ട കോമൺ ഷെയ്ഡ് വരുന്ന ഏരിയ ഇവിടെയാണ്. കോമൺ ഷെയ്ഡ് വരുന്നത്, എല്ലാം കൂടി വരുന്ന കോമൺ ഷെയ്ഡ് വരുന്ന ഏരിയ ഇതാണ്. കോമൺ ഷെയ്ഡ് വരുന്ന ഏരിയ ഇതിനെയാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇനി ഫീസിബിൾ ഇതിന് ഓരോ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഫീസിബിൾ റീജിയന്റെ പോയിന്റുകളാണ് നോക്കുന്നത്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ്. ഈ 5 പോയിന്റുകളാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്കറിയാം 0 0, കാരണം 0 ഇവിടെ 0 35. ഈ പോയിന്റ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനും ദെൻ ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടി സോൾവ് ചെയ്തിട്ട് ഇവിടുത്തെ പോയിന്റ് കിട്ടും. ഇനി അതുപോലെ ഈ ഇക്വേഷനെ പോയിന്റ് നമുക്കറിയില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഇവിടുത്തെ പോയിന്റ് നമുക്ക് ഡി നമുക്ക് ഓൾറെഡി അറിയാം 25 ആണ്. ഇവിടെ ഡി 25 0 ആണ് ഇവിടുത്തെ പോയിന്റ്. 25 0 ആയിരിക്കും ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ പോയിന്റുകൾ നമുക്ക് ലഭിക്കുന്നു. അതിനുശേഷം അത് നമ്മുടെ ഇസഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മാക്സിമൈസിംഗ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇസഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏറ്റവും മാക്സിമം വരുന്ന പോയിന്റ് ബിക്കാണ്. എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ബിക്കാണ് ഏറ്റവും മാക്സിമം വരുന്നത്. 2150 ആണ് ഏറ്റവും മാക്സിമം വരുന്ന പോയിന്റ്. അതിൽ x1 എന്ന് പറയുന്നത് 12.5 x2 എന്ന് പറയുന്നത് 35 ആണ്. x1 is 12.5, x2 is 35. ഇതിനെയാണ് നമുക്ക് മാക്സിമം പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ റിഗാർഡിംഗ് ദ ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് ദ LPP. Okay, anyway, thank you so much, and thank you for watching me.